സ്വസ്ഥരായവർ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. സ്വർഗഭാഗ്യം ഇത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ഒരതിര് പങ്കുവെക്കുന്നില്ല, അവര് അതിരുമായിട്ടൊരു പ്രശ്നമില്ല. ഇസ്രയേലിൽ നിന്ന് 1600 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഈ രാജ്യം എന്തിനാണ് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം? മാത്രമല്ല ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യത കൊടുത്ത പാശ്ചാത്യ രാജ്യങ്ങളെയും തകർക്കണം. ഇതെന്തിനാ ഇങ്ങനെ? എന്തിനാണ് ഇങ്ങനെ? എന്തിനാണെന്ന് ബൈബിളിന്റെ മറ്റ് വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ നമുക്കൊരു വെളിച്ചം കിട്ടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നോക്കിയാട്ടെ. ഈ സ്വർഗീയ മണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനകളും സ്വർഗത്തിലെ മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേലും അവന്റെ സൈന്യവുമായി നടക്കുന്ന യുദ്ധമാണ്. 12-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാൻ നേരമില്ല, ഞാൻ പറയട്ടെ. മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗം. ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ സ്വർഗത്തിൽ മീഖായേലും അവന്റെ ദൂതന്മാരും, അതായത് വിശുദ്ധ ദൂതന്മാരുടെ തലവനാണ് മീഖായേൽ, പ്രധാന പ്രഭുവാണ്. അവൻ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നമ്മൾ വായിക്കുന്നു സ്വർഗത്തിൽ 7-ാം വാക്യം. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ആരാണ് ഈ മഹാസർപ്പം? 9-ാം വാക്യം നോക്കിയാട്ടെ. 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ മതി. അപ്പൊ സ്വർഗത്തിൽ യുദ്ധം നടക്കുന്നത് ഈ പഴയ പാമ്പായ ലൂസിഫറും അവന്റെ ദൂതന്മാരും മീഖായേലും അവന്റെ ദൂതന്മാരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അവിടെ നിന്ന് ഈ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെക്കളയും. മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ നടക്കുന്ന സംഭവമാണ്. ഈ സാത്താൻ താഴെ വന്ന ശേഷം അവൻ ആരോടാണ് ഈ വൈരാഗ്യം എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന്റെ 13-14 വാക്യം ഒന്ന് വായിച്ചേ. 13-ാമത്തെ വാക്യം. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇവിടമാണ് രഹസ്യം. ഈ സാത്താൻ ആരെ ഉപദ്രവിക്കുന്നു? ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത സ്ത്രീയെ ഉപദ്രവിക്കുന്നു. ആരാണ് ഈ ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത സ്ത്രീ? കന്യമറിയമാണോ? അല്ലേ? ആദ്യത്തെ 6 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഈ സ്ത്രീയുടെ വർണ്ണനയാണ് ദൈവം നൽകിയത്. ആ സ്ത്രീ ആരാണെന്നറിയാമോ? നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. ആ സ്ത്രീയെ കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ സ്ത്രീ പ്രസവിച്ചത് അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് വയ്ക്കാനുള്ള ആൺകുട്ടിയായി പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് വയ്ക്കേണ്ട ആൺകുട്ടി ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് ആരാണ് ജന്മം കൊടുത്തത്? യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. പ്രവാചകൻ പറയുന്ന വാക്കെന്താണ്? ബ്രദറെ വേണയൊന്ന് വായിച്ചോ. യെശയ്യാ 9:15. അവിടെ ആ വാക്യം ഇതിന്റെ വ്യാഖ്യാനമാണ്. മൂപ്പനും മാന്യപുരുഷനും. യെശയ്യാ 15-ാം വാക്യമാ. 9:15. യെശയ്യാ 9:15. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല. ക്ഷമിക്കണം, 6-ാം വാക്യമാണ്. 9-ന്റെ 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആ വാക്കുണ്ടോ? വളരെ വ്യക്തമായി അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം നോക്കി, നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടു, നമുക്ക് യഹൂദ രാഷ്ട്രമാണത്. ഏകവചനമല്ല, ബഹുവചനമാണ്. നമുക്കൊരു ശിശു നൽകപ്പെട്ടു. Unto us a son is given. യഹൂദ രാഷ്ട്രമാണ് യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ റോമാലേഖനം
അധ്യായത്തിൽ വരുമ്പോൾ റോമാലേഖനം 9:5 വായിക്കുന്നുണ്ട്, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനിച്ചത്. റോമർ 9, 10, 11 യഹൂദനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. 9, 10, 11 വാക്യം. അതിൽ 9:5 വാക്യത്തിൽ വായിക്കുന്നു, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. യെസ്, യഹൂദ രാഷ്ട്രമാണ് യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തത്. അവളാണ് സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തത്. ഈ ആൺകുട്ടിയാണ് ഈ സാത്താനെ പിടിച്ച് അഗാധ കൂപത്തിൽ പൂട്ടുന്നത്. അവൻ മടങ്ങി വരുമ്പോൾ അത് സംഭവിക്കും. പൈശാചികൻ താഴെ വരുമ്പോൾ അവൻ ആരെയാ ഉപദ്രവിക്കുന്നത്? 13 വാക്യത്തിൽ നമ്മൾ വായിച്ചു, വെളിപ്പാട് 12:13 വാക്യം, ആ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ഇസ്രായേൽ രാഷ്ട്രമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെ ഉപദ്രവിക്കുകയാണ്. എന്താ ഇന്ന് ഇസ്രായേലിന്റെ നേരെ ഇറാൻ ആയുധമെടുത്തിരിക്കുന്നത്? എന്തിനാണ് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ, തീവ്രവാദികളെ ഒരുക്കി യഹൂദനെ തുടച്ചു കളയുവാൻ അവർ ശ്രമിക്കുന്നത്? സാത്താൻ അറിയാം അവനെ പൂട്ടുന്നത് ഈ ആൺകുട്ടിക്ക് ഈ കർത്താവ് മടങ്ങി വരുമ്പോഴാണ്. അവനെ അഗാധ കൂപത്തിൽ തള്ളിയിടുന്നത് ഈ കർത്താവാണ്. ആ കർത്താവിന് ജന്മം കൊടുത്ത രാജ്യമാണ് യഹൂദൻ. അതുകൊണ്ട് യഹൂദനെ ഉപദ്രവിക്കുകയാണ്. തീർന്നില്ലേ? ഇന്ന് ഉപദ്രവിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? 2 വേദഭാഗം നമുക്ക് പരിശോധിക്കാനായിട്ട് നോക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നോക്കിയാട്ടെ. ഈ വെളിപ്പാട് 12:12 നമുക്ക് വരണം. പക്ഷേ ആദ്യം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യം ഒന്ന് വായിക്കാം. അവൻ അക്കരെ ഗദരേന്യരുടെ ദേശത്തെത്തിയാറ് 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. 31-ാം വാക്യത്തിൽ ഭൂതങ്ങളാണ് ഇത് പറയുന്നത്. 2000 വർഷം മുമ്പ് ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കർത്താവ് സുഖപ്പെടുത്തി. ഈ ഭൂതങ്ങൾ കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അവർക്കറിയാം ഇനി 2000 വർഷമുണ്ട്, 2000 വർഷം കഴിഞ്ഞേ ഞങ്ങളെ പൂട്ടുകയുള്ളൂ. നീ ഇപ്പോഴേ വന്നോ ഞങ്ങളെ അഗാധ കൂപത്തിൽ പൂട്ടാൻ? അപ്പോൾ അവർക്കറിയാം 2000 വർഷം മുമ്പ് അവരുടെ സമയം ആയിട്ടില്ല. എന്നാൽ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നോക്കിയേ, വെളിപ്പാട് പുസ്തകം 12:12 നോക്കിയേ. ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ പൈശാചികൻ പറയുന്ന വാക്ക് നോക്കിയാട്ടെ. 12:12, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം കണ്ടോ? മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ പൈശാചിനെ അറിയാം ഇനിയും അവൻ അല്പകാലം കൂടെ ഉള്ളൂ. 3.5 വർഷം കൂടെ കഴിയുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്ന് അവരെ പിടിച്ചു കെട്ടി അഗാധ കൂപത്തിൽ പൂട്ടും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവർക്കറിയാം ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ സമയമായിട്ടില്ല. അപ്പോൾ സാത്താന് കൃത്യമായി സമയം അറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്നെന്തിനാ ഇറാനെ ഇളക്കിയത് ഈ സാത്താൻ? എന്തിനാണ്? ഈ സാത്താന്റെ സൈന്യത്തിന് അറിയാം സമയം ഏതാണ്ട് അടുത്തു, ഉൽപ്രാവണത്തിനുള്ള സമയം അടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ 7 വർഷമേ ഉള്ളൂ. അതിൻ്റെ മധ്യഭാഗത്തിൽ ഞങ്ങളെ പൂട്ടും. ഞങ്ങളോട് യുദ്ധമുണ്ടായി. ഈ 7 വർഷം കഴിയുമ്പോൾ ഞങ്ങളെ പൂട്ടുമെന്നുള്ളത് അറിയാം. അല്പകാലമേ ഉള്ളൂ എന്നവർക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവർ ആയുധങ്ങൾ എടുത്ത് ഇസ്രയേലിനെ നിഗ്രഹിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവരെ പൂട്ടുന്നത് യെശയ്യാവ് 24-ലുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു വാക്യം ഞാൻ വായിക്കാം. യെശയ്യാവ് 24-ന്റെ 21 തൊട്ട് 23 വരെയുള്ള വാക്യം. അത് സെയിം തിങ് ആണ്. യെശയ്യാവ് 24-ന്റെ 21 തൊട്ട് 23 വരെയുള്ള. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ
സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജിക്കുകയും ചെയ്യും. നമുക്ക് വളരെ വ്യക്തമായി അവിടെ ഗ്രഹിക്കാൻ കഴിയുന്നു. ഈ വെളിപ്പാട് 20 ആദ്യത്തെ 3 വാക്യമാണ് യെശയ്യാ പ്രവാചകനും അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദുഷ്ടാത്മാക്കളെ പൂട്ടുന്ന കാര്യമാണ്. അന്ന് പൂട്ടുമ്പോൾ കർത്താവ് സിയോനിൽ നിന്ന് വാഴും. കർത്താവ് സിയോനിൽ നിന്ന് വാഴുമ്പോൾ ആരും യുദ്ധം അഭ്യസിക്കത്തില്ല. സാധാരണ ഒരു അല്പസമയത്തേക്കൊന്ന് തുറന്നു വിട്ട് കഴിയുമ്പോൾ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട് ഒരു കാര്യം പറയട്ടെ. ഇറാൻ ഇന്ന് ആയുധങ്ങളെടുത്ത് ഇസ്രയേലിനെ കൊന്നുകളയുവാൻ, നിഗ്രഹിച്ച് കളയുവാൻ അവരുടെ ഭരണകർത്താവായ ഖൊമേനിയുടെ രഹസ്യ അജണ്ട പുറത്തു വന്നപ്പോൾ ഇറ്റ് വാസ് എലിമിനേഷൻ ഓഫ് ഇസ്രയേൽ സയനിസ്റ്റ് റെജീം. ഇസ്രയേൽ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തെ, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണം. അവരുടെ രഹസ്യ അജണ്ട പുറത്തു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അതിൻ്റെ കാരണം നമ്മൾ ഓർക്കണം. സാധാരണ മുസ്ലിങ്ങളല്ല ഇറാനിൽ വാഴുന്ന ഇവിടെ ഗൾഫിൽ ജോലി ചെയ്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ഇസ്ലാം ലോകം 2ആയി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുന്നികളും മറ്റേത് ഷിയകളും. ഗൾഫിലുള്ള രാജ്യങ്ങളെല്ലാം സുന്നി രാജ്യങ്ങളാണ്. പക്ഷേ ഏതാനും രാജ്യങ്ങൾ, ഇറാന്, സിറിയ, ബഹ്റിൻ്റെ ചില ഭാഗങ്ങൾ, ഇറാഖിൻ്റെ ഭാഗങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാണെന്നറിയാമോ? ഷിയകളാണ്. ഷിയകൾ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം മുഹമ്മദ് നബിയുടെ അനുഗാമികൾ, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ആരാണ് അധികാരസ്ഥരെന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഇവർ 2ആയി മാറിയത്. സുന്നികൾ പറഞ്ഞു, സുന്നി മുസ്ലിങ്ങൾ പറഞ്ഞു, അതിന് യോഗ്യരായ ആർക്കും അധികാരസ്ഥരായിട്ടിരിക്കാം. ഈ മുഹമ്മദ് നബിക്ക് ആൺമക്കളില്ലായിരുന്നു, പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പഠിപ്പിക്കുന്നു മുഹമ്മദിൻ്റെ വംശാവലംബരിയിലുള്ളവർക്ക് മാത്രമേ ഭരണം നടത്താവൂ. അങ്ങനെ ഭരണം നടത്തുന്നവരുടെ പേരുകളാണ് മെഹദി. 12ാമത് ഭരിച്ചുകൊണ്ടിരുന്നൊരു 12ാമത്തെ മെഹദി ഉണ്ടായിരുന്നു. ആ മെഹദിയുടെ പേരാണ് ഇമാം മെഹദി. ഇമാം മെഹദി വളരെ ചെറുപ്പത്തിൽ കാണാതെ പോയി. തന്നെ കാണാനില്ല, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ വിശ്വസിക്കുന്നു ഇമാം മഹദി എന്ന് പറയുന്ന വ്യക്തി കാലത്തിൻ്റെ അവസാനം ഭരണങ്ങളെ ക്രമീകരിപ്പാൻ മടങ്ങി വരും. പക്ഷെ അവരുടെ തിയോളജിയിൽ, അവരുടെ വേദശാസ്ത്രത്തിലെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളായി നമ്മൾ പറയും കർത്താവിൻ്റെ 2ാം വരവിനെ ബന്ധപ്പെടുത്തുക, ഹേസ്റ്റനിങ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ 2ാം വരവിനെ ബന്ധപ്പെടുത്തുക എന്ന് പറയുന്ന പോലെ ഷിയ മുസ്ലിങ്ങൾ ഈ ഇമാം മഹദിയുടെ വരവിനെ ബന്ധപ്പെടുത്താൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ വിശ്വസിക്കുന്നത് അതാണ് അപകടം. ലോകത്തിൽ എത്രയും അരാജകത്വം ഉണ്ടാകുന്നോ, എത്രത്തോളം വിപ്ലവം ഉണ്ടാകുന്നോ, ആ വിപ്ലവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമാധാനമാക്കുവാൻ, അത് സ്വസ്ഥമാക്കുവാൻ ഇമാം മഹദി മടങ്ങി വരും. അവരുടെ വിശ്വാസമനുസരിച്ച് ഇമാം മഹദിയുടെ ലെഫ്റ്റനൻ്റായി, സെക്കൻഡായി വെളിപ്പെടുന്നത് ക്രിസ്തുവായിരിക്കും. യേശു ക്രിസ്തു വരും എന്നവർ വിശ്വസിക്കുന്നു. പക്ഷേ ഇമാം മഹദിയുടെ ലെഫ്റ്റനൻ്റായി ഭരണകൂടങ്ങളെ നിയന്ത്രിപ്പാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഷിയൈറ്റ് കിങ്ഡം സ്ഥാപിക്കുവാൻ മടങ്ങി. ഇതിൻ്റെ മുന്നോടിയാണ് ISIS എന്ന് പറയുന്നത്. ISIS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആൻഡ് സിറിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇറാനിലും സിറിയയിലും നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിക്കണം. കാരണം അത് ഈ വിശ്വാസത്തിൻ്റെ ആധാരമാക്കിയുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ. സിറിയയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പ്രാധാന്യതയുണ്ട്. പക്ഷെ അവിടോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ നിൽക്കട്ടെ. ഈ ഷിയകൾ വിശ്വസിക്കുന്നു ഇമാം മഹദി വരും. അദ്ദേഹം വരണമെങ്കിൽ ലോകത്തിൽ അരാജകത്വം ഉണ്ടാകണം. ഇപ്പം മനസ്സിലായോ എന്തിനാണ് അവർ ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ, എന്തിനാണ്
അതുപോലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായോ? അവരുടെ മെഹദിയുടെ വരവിനെ ത്വരിതപ്പെടുത്തുകയാണ്. ഞാൻ 1-2 പ്രവചനം കൂടെ എടുത്തോട്ടെ. ഞാൻ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ഇറാൻ റഷ്യയോടുകൂടെ ചേർന്ന് ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കും. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, ബ്രദറെ, ഇതാണോ ഈ റഷ്യ ഇപ്പോൾ ആക്രമിക്കുമോ? ഇത് 3-ാം ലോകയുദ്ധത്തിലേക്ക് പോകുമോ? ഞാൻ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു, ഇല്ല ബ്രദറെ, ഭയപ്പെടണ്ട, അതിപ്പോൾ നടക്കില്ല. അത് നടക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ഇറാൻ മുൻകൈയെടുത്ത് ഇറാന്റെ കൂടെ റഷ്യയുടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കും. അത് 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ലോകമഹായുദ്ധമായി തീരും. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എടുക്കാം ആ പ്രവചന ഭാഗം വളരെ പ്രാധാന്യതയോടുകൂടെ. അവിടെ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എസെക്കേൽ പ്രവചനം 38-ാം അധ്യായം എടുത്താട്ടെ. എസെക്കേൽ പ്രവചനം 38-ാമത്തെ അധ്യായം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, നമ്മോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, സമയത്തെ വിലയിരുത്തണം, സുബോധമായി ദൈവമക്കൾ ഇരിക്കണം, കാര്യങ്ങളെ വിലയിരുത്തി ഗ്രഹിക്കണം. ഈ എസെക്കേൽ പ്രവചനം 38-ാമത്തെ അധ്യായം. പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട്, പരിചയമില്ലാത്തവരോട് പറയട്ടെ, ദാനിയേൽ ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുമ്പോൾ ദാനിയേലിന്റെ സമകാലീനനായി ബാബേലിൽ കിടന്ന വേറൊരു പ്രവാചകനാണ് എസെക്കേൽ പ്രവാചകൻ. നമുക്കറിയാം, ദാനിയേലും എസെക്കേലൊക്കെ ഈ ബാബേൽ പ്രവാസത്തിൽ പോകുന്നത് ക്രിസ്തുവിന് 600 വർഷം മുമ്പാണ്. 100 വർഷം മുമ്പ്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ പ്രവചനം രേഖപ്പെടുത്തിയത് 2600 വർഷം മുമ്പാണ്. 2600 വർഷം മുമ്പ് അന്ന് വെളിപ്പെടുത്തി വെച്ചു, ഇസ്ലാം ലോകം 2ആയി തിരിയും. അന്ന് ഇസ്ലാം ഇല്ല. ഇസ്ലാം ഉണ്ടാകുന്നത് AD 622 AD 633 AD 600 ക്രിസ്തു വന്ന് 600 വർഷം കൂടെ കഴിഞ്ഞാണ് ലോകത്തിൽ ഇസ്ലാം ഉണ്ടാകുന്നത്. ഈ പ്രവചനം പ്രവചിക്കുന്നത് 600 വർഷം മുമ്പാണ്. ക്രിസ്തുവിന് 600 വർഷം മുമ്പാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോകത്തിൽ ഉണ്ടാകുന്നതിന് ഏതാണ്ട് 1200 വർഷം മുമ്പാണ്. ഇവിടെ പ്രവചിച്ചു വെച്ചു, ഇസ്ലാം രാജ്യങ്ങൾ 2 ചേരിയിലേക്ക് അവസാനം തിരിയും. അതിലൊരു ചേരി ഇറാന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അത് തീവ്രവാദികളായിരിക്കും. ഞാനിത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കറിയില്ല എനിക്കുണ്ടായ വികാരങ്ങൾ. ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. രാജ്യങ്ങളുടെ പേരുകളോ രാഷ്ട്രീയ കാര്യങ്ങളോ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ആ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചു, ഇസ്ലാം രാജ്യം 2ആയി തീരും. അതിൽ ഒന്ന് തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാന്റെ നേതൃത്വത്തിൽ റഷ്യയുടെ കൂടി അണിനിരക്കുമ്പോൾ, മറുഭാഗത്ത് ഈ സുന്നി രാജ്യങ്ങൾ അമേരിക്കയോടും ബ്രിട്ടനോടും ചേർന്ന് ഇവരെ എതിർക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോക്കിയാട്ടെ, 38-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം നോക്കിയാട്ടെ. എല്ലാത്തിലും പോകാൻ നിവൃത്തിയില്ല, ഞാൻ ചെറുകെ പറഞ്ഞു പോകാം. നോക്കിയാട്ടെ, ഒരു സമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. അടുത്ത വാക്യം നോക്കിയോണേ, പ്രാധാന്യതയുള്ളതാണ്. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ, നീ അവർക്ക് മേധാവിയായിരിക്കാം. You be a leader for these people. ഈ ജനത്തിന് നീ മേധാവിയാകണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ആരോടാണ് ഇത് പ്രവചിക്കുന്നത്? 1-ാം വാക്യമൊന്നും ഞാൻ എടുക്കുന്നില്ല. രോഷ് മോശക് തൂബൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ റഷ്യയോട് ദൈവം പറയുകയാണ്, നീ ഇവർക്ക് മേധാവിയാകണം. യു ബി ദ ലീഡർ ഫോർ ദീസ് പീപ്പിൾ. ഈ രാജ്യങ്ങൾക്ക് നീ മേധാവിയാകണം. ഇത് റഷ്യയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു വിടാം, ചിന്തിക്കേണ്ടവർക്ക് വേണ്ടി ഞാൻ ആ കാര്യമൊന്ന് പറഞ്ഞു വിടാം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11-ാം വാക്യം എടുക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, യഹൂദൻ 11-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കണ്ട. യഹൂദൻ എവിടെയാ പാർക്കുന്നത്? ഭൂമിയുടെ
മധ്യേ വസിച്ചിരിക്കുന്നു. 11-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ലോകത്തിന്റെ കേന്ദ്രത്തിലാണ് അവർ പാർക്കുന്നത്. ഇസ്രായേൽ ഭൂമിയുടെ കേന്ദ്രത്തിലാണ്. എസെക്കിയേൽ 5:5 യെശയ്യാവ് 19:24 3 വേദഭാഗങ്ങൾ കൃത്യമായി പറയുന്നു ഭൂമിയുടെ മധ്യയാണ് അവർ വസിക്കുന്നത്. അവർ ഭൂമിയുടെ മധ്യത്തിലാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഇനി വടക്കെന്ന് പറഞ്ഞാൽ മധ്യഭാഗം കിട്ടിയല്ലോ, അതിൻ്റെ വടക്കാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു നോക്കാട്ടെ, അതിൻ്റെ 15-ാമത്തെ വാക്യം, ഒരു മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന്. 39-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന്. ഇംഗ്ലീഷിൽ ബൈബിളിൽ വായിച്ചാൽ ഫ്രം ദ അട്ടമോസ്റ്റ് നോർത്ത്, ഏറ്റവും വടക്കുള്ള അറ്റത്ത് നിന്ന് നീ വരണം. നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കുക. ഇസ്രായേൽ സെന്ററാണ്. അതിൻ്റെ വടക്കോട്ട് നോക്കിയാൽ സിറിയയും ലെബനോനും ഒക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും വടക്ക് കിടക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. അതിൻ്റെ അപ്പുറത്ത് കടലാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം തീർച്ചയാണ്, റഷ്യയോട് ദൈവം പറയുകയാണ്, നീ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ലീഡറായിരിക്കണം. ഞാൻ ഇന്ന് രാത്രി ചോദിച്ചോട്ടെ, എന്നെ കേൾക്കുന്നത് ഏതെല്ലാം വിശ്വാസത്തിലുള്ളവരാണ് എനിക്കറിഞ്ഞുകൂടാ. ഈ മീഡിയയിലൂടെയും ഒക്കെ നിങ്ങൾ കേൾക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ദൈവം പറഞ്ഞ രാജ്യങ്ങളുടെ പേരുകൾ എടുത്തേ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ രാജ്യങ്ങളെ ഓടിച്ച് ഞാൻ പറയുകയാണ്. ഒന്നാമത് പറഞ്ഞു റഷ്യയുടെ കൂടെ വരുന്ന രാജ്യങ്ങൾ ഓടിച്ചു പറയുകയാണ്. ആദ്യം പറഞ്ഞത് പാർസികൾ, പേർഷ്യ, ഇറാൻ. ഇറാൻ റഷ്യയുടെ പക്ഷത്തിലായത് 1979-ലാണ്. 79 വരെ ഇസ്രായേലിന്റെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷമായിരുന്നു. അവർ റഷ്യയുടെ പക്ഷമായി മാറി 79-ൽ. അടുത്തത് പറഞ്ഞ നോക്കിയാട്ടെ, രണ്ടാമത് പറഞ്ഞത് കൂഷ്യർ. ഈ കൂഷ്യർ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ ഏതാണ്? റിപ്പബ്ലിക് ഓഫ് സുഡാൻ, സുഡാനും അതുപോലെ ലിബിയ മുതലായ രാജ്യങ്ങളാണ്. സുഡാനും അതുപോലെ എത്യോപ്യയുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിലാണ് നിങ്ങൾക്കറിയാം ഒസാമ ബിൻ ലാദനെ, തീവ്രവാദിയായ ഒസാമ ബിൻ ലാദനെ 5 വർഷം സൂക്ഷിച്ചത് ഈ നോർത്തേൺ സുഡാനിലാണ്. സദാം ഹുസൈൻ സ്കഡ് മിസൈലുകൾ കുവൈറ്റിൽ അയച്ചപ്പോൾ സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമുണ്ടെങ്കിൽ ഈ സുഡാനാണ്. തീവ്രവാദത്തിന് കൊടുത്തൊരു രാജ്യമാണ് സുഡാൻ, ഇസ്ലാമിക് തീവ്രവാദം. അതുപോലെ തന്നെയാണ് അവിടെ നമ്മൾ കാണുന്ന എത്യോപ്യ. ഹെയ്ലി സലാസി ചക്രവർത്തി നാടുകടത്തപ്പെട്ട് ഇസ്ലാമിക് തീവ്രവാദ രാജ്യമായി മാറി. പോട്ടെ, മുന്നോട്ട് പോകാം. മൂന്നാമത് എടുത്ത് പറഞ്ഞു പൂത്യര്. പൂത്യരെന്ന് പറഞ്ഞാൽ ലിബിയ. 2011 വരെ കേണൽ ഗദാഫി ഭരിച്ചു ലിബിയ. ഞാൻ ചരിത്രം ചുരുക്കി പറയാം. ഗദാഫി അവിടെ കൊന്നുകളഞ്ഞു. ഗദാഫിയെ കൊന്നുകളഞ്ഞിട്ട് ഇന്ന് ആരാ അവിടെ ഭരിക്കുന്നത്? ISIS, ഇസ്ലാമിക് തീവ്രവാദികളാണ് അവിടെ ഭരിക്കുന്നത്. നാലാമതൊരു സ്ഥലം പറഞ്ഞു, ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഏതാണ്? ഗോമര്. ഈ ഗോമർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബൈബിളിലെ ഗലാത്യർ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലം എവിടെയാണ്? ഇന്നത്തെ ടർക്കിയുടെ പ്രദേശമാണ്. തുർക്കിയുടെ പ്രദേശമാണ്. ബൈബിളിലെ മാഗോഗ് ദേശമെന്ന് നിങ്ങൾ വായിക്കുന്നുണ്ട്. ആ ദേശം, മേശക്ക്, ഈ ഗോമര്, ഇതെല്ലാം ടർക്കിയുടെ പ്രദേശമാണ്. ഇന്നാരാ ടർക്കി ഭരിക്കുന്നത്? ഇസ്രയേലിന്റെ പക്ഷമായിരുന്നു ടർക്കി. പക്ഷേ ടർക്കിയിലെ അവിടെ ഇസ്ലാമിക് ഭരണം വന്നു. AKP എന്ന് പറയുന്ന പാർട്ടി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെ എഴുതി ഇങ്ങനെ? ഇവിടെ പറഞ്ഞ ഇറാന്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇറാന്, എത്യോപ്യ, സുഡാന്, ലിബിയ, അതുപോലെ തന്നെ ടർക്കി, ഇതെല്ലാം ഇസ്ലാം തീവ്രവാദത്തിന് കൊടുത്ത രാജ്യമാണ്. ഈ രാജ്യങ്ങൾ ആരുടെ പക്ഷമാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്? റഷ്യയുടെ പക്ഷം. ആണോ ഇന്ന്? എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ആ ഭാഗം ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. കൺമുമ്പിൽ വരച്ച് കാണിക്കുക. ഇവരാക്രമിക്കുമ്പോൾ ഇവരാക്രമിക്കും.
പക്ഷെ ഈ ആക്രമണം നടക്കുന്നത്, എണിക്കാൻ നേരമില്ല, മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിലാണ്. ഇസ്രായേൽ സ്വൈര്യമായിരിക്കുമ്പോഴാണ്. ഇവരോട് എതിർക്കുന്ന രാജ്യമുണ്ട്. ആ രാജ്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം, ഓടിച്ചു നോക്കാം. അതിൻ്റെ 13-ാം വാക്യം നോക്കിയേ. എസെക്കേൽ 38-13 വാക്യം. എതിർക്കുന്ന രാജ്യം ഏതാണെന്ന് നോക്കാട്ടെ. എതിർക്കുന്ന രാജ്യം, നീ ശെബയും ദെദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? ചോദിക്കുകയാണ്, നീ കൊള്ളയിടുവാനാണോ വന്നത്? ഋഷിയോടും കൂടെയുള്ള രാജ്യങ്ങളോട് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? ശെബയും ദെദാനും തർശീസ് വർത്തകന്മാരും. ഓടിച്ച് ഞാൻ പറയാം. ഉൽപ്പത്തി 25 എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം. അതിൻ്റെ ഞാൻ തന്നെ വായിക്കാം. അബ്രഹാം സാറയുടെ മരണശേഷം കെത്തൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചു. 6 മക്കളുണ്ടായി കെത്തൂറയിൽ. അതിൽ 2-ാമത്തെ മകൻ്റെ പേരാണ് യൊക്താൻ. 3-ാമത്തെ വാക്യം നോക്കാട്ടെ. യൊക്താൻ ശേബയും ദേദാനെയും ജനിപ്പിച്ചു. അപ്പം നമ്മളിപ്പം വായിച്ച ശേബയും ദേദാനും ആരുടെ മക്കളാണ്? ഈ അബ്രഹാമിന് കെത്തൂറയിലുണ്ടായ മക്കളാണ്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് നോക്കണം. അബ്രഹാം ജീവനോടിരിക്കുമ്പോൾ അബ്രഹാം ഒരു കാര്യം ചെയ്തു. വാഗ്ദത്ത നാട് ഇസ്രയേലിന്റെ ഭൂപ്രദേശം അബ്രഹാമിന്, ഇസഹാക്കിനും അവന്റെ സന്തതികൾക്കും അബ്രഹാം കൊടുത്തു. അബ്രഹാമിന് അറിയാം ഇത് ദൈവം കൊടുത്തിരിക്കുന്നത് തൻ്റെ മകനായ ഇസഹാക്കിനും ഇസഹാക്കിന്റെ മക്കൾക്കുമാണ്. എന്നിട്ട് താൻ ചെയ്ത എന്താണെന്ന് നോക്കിയേ. 5-6 വാക്യം ബ്രദറെ ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി 25-ന്റെ 5-6 വാക്യം വായിച്ചോട്ടെ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കിൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. കിഴക്കോട്ടയച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി ഇസഹാക്കിന് കൊടുത്തു. അവിടെ നിന്ന് അബ്രഹാമിന്റെ വെപ്പാട്ടികളുടെ മക്കൾ, ബഹുവചനമാണ്, ഹാഗറിന്റെ മകനാണ് ഇസ്മായിൽ. നമ്മൾ 25-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിക്കുമ്പോൾ ഇസ്മായിലിന് 12 മക്കളുണ്ട്. ഈ 12 മക്കൾക്കും അതുപോലെ കെത്തൂറയുടെ മക്കള് ശേബയും ദാദാനും അവർക്ക് കൊടുത്തത് എവിടെയാണ്? അബ്രഹാം ഇസ്രായേലിന്റെ കിഴക്കോട്ടാണ്. ഇസ്രായേലിന്റെ കിഴക്ക് ഭാഗമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മാപ്പ് ഒന്ന് എടുക്കണം, അല്ലെങ്കിൽ ബൈബിളിന്റെ പുറകിലുള്ള മാപ്പ് എടുത്ത് നോക്കുക. ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം ഏതാ? അറേബ്യൻ മരുഭൂമിയാണ്. അറേബ്യൻ മരുഭൂമി. ഈ അറേബ്യൻ മരുഭൂമിയിൽ ആരാണ്? ശേബയുടെയും ദേദാന്റെയും ഈ അബ്രഹാമിന്റെ വെപ്പാട്ടികളുടെ മക്കളാണ്. ആരാണ് അവിടെ കിടക്കുന്നത്? അവിടെ കിടക്കുന്നു സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, UAE മുതലായ രാജ്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 യുദ്ധങ്ങൾ നടന്നപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് അണിനിരുന്നവരാണെങ്കിൽ ഇപ്പം നടക്കുന്ന യുദ്ധത്തിൽ എന്താണ് സൗദിയും ബഹ്റിനും UAE മിണ്ടാതിരിക്കുന്നത്? എന്താണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ നോട്ട് ചെയ്തോ? ഈ പ്രവചനം നിവർത്തിക്കുകയാണ്. എന്താ കാരണം? 2020 ഓഗസ്റ്റ് മാസം 2020 ഇസ്രയേലും UAE ഗവൺമെന്റുമായി അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. 1 വർഷം കൊണ്ട് UAE-യിൽ 5000 യഹൂദന് റെസിഡൻസ് പെർമിറ്റ് കൊടുത്തു. വിസിറ്റിംഗ് വിസ ഒത്തിരി പേർക്ക് കൊടുത്തു. UAE ചെയ്തു കഴിഞ്ഞു. ബഹ്റിൻ, അതുപോലെ സൗദി, ഈ രാജ്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച്. ശേബയുടെയും ദേദാന്റെയും മക്കളാണ് ആ പ്രദേശത്തുള്ളത്. അവർ ആരുടെ പക്ഷമാണ്? ഇവിടെ നമ്മൾ വായിച്ചു ആരുടെ പക്ഷമാണ്. ശേബയും ദേദാനും തർശീസ് വർത്തകന്മാർ. ഞാൻ എടുക്കാൻ നേരമില്ല. തർശീസ് മെർച്ചൻസ്, അവരെ കുറിച്ച് എസെക്കേൽ 27-ന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവർ വിൽപ്പന നടത്തിയിരുന്നു കപ്പലിൽ. എന്താ വിൽപ്പന നടത്തിയത്? കാരീയം, ഇരുമ്പ്, വെള്ളി മുതലായ ലോഹങ്ങൾ കച്ചവടം ചെയ്യുന്നു. ബ്രിട്ടൻ എന്ന വാക്കിന്റെ പേരെന്നാ? ടിൻ മെർച്ചൻസ്, ടിന്ന് വ്യാപാരം ചെയ്യുന്നവർ. അവർ കച്ചവടം ചെയ്തത് എസെക്കേൽ 27-ന്റെ 12-ലുണ്ട്.
അപ്പോൾ ഇവിടെ പറയുന്ന ഷേബയും ദേദാനും ഈ ഗൾഫിലുള്ള രാജ്യങ്ങൾ ആരുടെ കൂടെയാണ്? ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കൂടെയാണ്. ആണോ ഇന്ന്? ആണോ? അവിടെ എണ്ണക്കിണർ ആരാ കണ്ടുപിടിച്ചത്? അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ബ്രിട്ടീഷുകാരും അമേരിക്കൻസുമാണ്. മറുഭാഗത്ത് തീവ്രവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യയുടെ പക്ഷമാണ്. അയ്യോ, ഈ ദൈവജനത്തിന്റെ സത്യമൊന്ന് ആലോചിച്ചേ, ഇതിന്റെ സത്യമൊന്ന് ആലോചിച്ചേ. 2600 വർഷം മുമ്പ് പറഞ്ഞ ആ പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. ഇറാനിൽ സംഭവിക്കുന്നത് പ്രവചനപരമായിട്ട് പ്രാധാന്യതയുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുകയായിരുന്നു. പൈശാചികൻ ഉണർന്നു കഴിഞ്ഞു. അവനറിയാം സമയം അല്പമേ ഉള്ളൂ. എൻ്റെ പ്രിയ കേൾവിക്കാരെ, സാത്താന് സമയം മനസ്സിലായി, ദൈവമക്കൾക്ക് മനസ്സിലായോ? നമ്മൾ എത്ര നാൾ ഇവിടെ കാണും? ഇല്ല. അതിക്രമിച്ചു സമയമൊക്കെ കടന്നുപോയി. എന്തോ അവൻ വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം സഭയുടെ പണി കഴിഞ്ഞിട്ടില്ല. ഇനിയും അല്പം കൂടെ ആളുകൾ രക്ഷിക്കപ്പെടാനുണ്ട്. അല്ലായിരുന്നെങ്കിൽ കർത്താവ് വരാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ സമയം തീർന്നു. ഞാനിവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന ഏറിയ പങ്കും ദൈവമക്കളാണ്. സൗന്മാരെ, നമ്മൾ എത്ര ഉണർന്ന് ജീവിക്കണം? ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ഓരോ ദിവസവും എവരിഡേ അങ്ങനെയാ, അല്ലാതെ ഓരോ ദിവസവും ദൈവമേ നിന്റെ ദാനമാണെന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത്. ഒരു ദിവസം ജീവിക്കാൻ നമുക്കിടയാകുന്നത് അത്ഭുതമാണ്. നമ്മുടെ കർത്താവ് എപ്പം വേണേലും വരാം. നമ്മളിവിടെ നിന്ന് പോകും. അതിനി സമയമൊന്നുമില്ല. ബൈബിള് സത്യമാണ്. ഈ പ്രവചനങ്ങൾ കൃത്യമാണ്. ഞാൻ ഇറാനോടുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. 2600 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ എൻ്റെ നിങ്ങളുടെ കൺമുമ്പിൽ അതുപോലെ ആശ്ചര്യമായി. ഇസ്ലാം രാജ്യം 2 ചേരിയിലേക്ക് മാറി. ഇറാൻ പൈശാചികനാൽ ഉണർത്തപ്പെട്ട് കഴിച്ചു. അവസാന യുദ്ധം ഇതുകൊണ്ടൊന്നും ഇവിടെ തീരത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനം ആളിക്കത്താൻ വേണ്ടി കാര്യങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ നിന്ന് പോകണം. നമ്മളെ ഇവിടെ നിന്ന് മാറ്റണം. ഇനിയുള്ള കാര്യങ്ങൾ നടക്കാൻ നമ്മളിവിടെ നിന്ന് പോകണം. നമ്മുടെ സമയം അതിക്രമിച്ചു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 2000 വർഷം മുമ്പ് കർത്താവ് വന്നത് പാപത്തിൻ്റെ പരിഹാരം വരുത്താനാണ്. കാൽവരി ക്രൂശിൽ നിങ്ങളുടെ പാപങ്ങളും എൻ്റെ പാപങ്ങളും ചുമന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ശിക്ഷ അനുഭവിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചു. ഈ കർത്താവിനെ ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ ഒരു ദൈവയിതലായിത്തീരും. ആ ദൈവമക്കളെ ചേർക്കാനാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നു. എബ്രാഹിം 9-ാം അധ്യായത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷം. ഈ ഭയാനകമായ യുദ്ധങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായി വന്ന് നമ്മളെ ചേർക്കും. അതിന് നാം ചേർക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇത് വളരെ ക്രൂഷ്യൽ ടൈമാണ്. നിങ്ങളുടെ ഹൃദയം വിനയപ്പെടുത്തി യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് വിശ്വസിച്ച് അംഗീകരിച്ച് നിങ്ങളുടെ ഹൃദയം തുറന്നുകൊടുത്ത് ഒരു ദൈവവൈതലായി തീരുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. ദൈവമക്കളായി നമുക്ക് ഉണർന്ന് ഓരോ ദിവസവും വിലപ്പെട്ടതെന്നെണ്ണി സകല കൽമഷവും നമ്മളിൽ നിന്നും മാറ്റി അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെൻ്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേ